ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ചിന്നുമോൾക്ക് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് കാറിൽ സിസ്റ്റേഴ്സിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും. തുടർന്ന് വളരെ ദേഷ്യത്തോടുകൂടി കാർ ഡ്രൈവ് ചെയ്യുന്ന ബാലചന്ദ്രൻ പറയുന്നു, എടുത്തോണ്ട് പോടാ. ഈ സമയം ചായയുമായി ബാലചന്ദ്രന്റെ റൂമിലേക്ക് വന്ന അലീന ബാലചന്ദ്രൻ എങ്ങോട്ട് പോയെന്നറിയാതെ സംശയത്തോടു കൂടി നിൽക്കുകയാണ്. ചുറ്റും നോക്കിക്കൊണ്ട് അലീനെ ഉറക്കെ വിളിക്കുന്നു. സർ, റൂമിനകത്തേക്ക് കയറി നോക്കുന്ന അലീന കാണുകയാണ് താഴെ വീണ് കിടക്കുന്ന പഴയൊരു ആൽബം. അലീന അത് എടുത്തു നോക്കുകയാണ്. അതിൽ ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും ഭവിതയുടെയും കൃഷ്ണയുടെയും രോഹിത്തിന്റെയും ഒക്കെ ഫോട്ടോസ് ആണ്. അതെല്ലാം കണ്ടതിനു ശേഷം ആൽബം ടേബിളിലേക്ക് വെച്ചിട്ട് ബാലചന്ദ്രൻ വലിച്ചെറിഞ്ഞ ഫയൽസും മറ്റും എടുത്ത് അടുക്കി വെക്കുകയാണ് അലീന. റൂമെല്ലാം ഒതുക്കിയതിനു ശേഷം ഒന്ന് ആലോചിച്ച് അലീന പതിയെ അവിടെ നിന്നും പോകുകയാണ്. തുടർന്ന് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന അലീന പറയുന്നു, മുത്തശ്ശി, ബാലചന്ദ്രൻ സാർ പോയി. മുത്തശ്ശി ചോദിക്കുന്നു, അതിനെന്താടി പുതുമ, എന്നും പോകാറുള്ളതല്ലേ? അലീന പറയുകയാണ്, ഒന്നും മിണ്ടാതെ പോയി കളഞ്ഞു. ഒരിക്കലും ഇങ്ങനെ പറയാതെ പോകുന്നതല്ല. മുത്തശ്ശി പറയുന്നു, അവൻ മറന്നുപോയി കാണുവടി. അലീന പറയുന്നു, ഇത് അങ്ങനെയല്ല മുത്തശ്ശി, എന്നും മയങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ കൊടുക്കുന്ന ലെമൺ ടീ കുടിക്കാതെ പോകാറില്ല. മുത്തശ്ശി പറയുന്നു, ഇന്ന് അവനാ ടീ വേണ്ടായിരിക്കും. അലീന പറയുകയാണ്, എന്നെ വിളിച്ച് മുന്നിലെ വാതിലടയ്ക്കാൻ പറഞ്ഞില്ല, എന്നും പോകാൻ നേരം എന്റെ അടുത്ത് പറയുന്നതാ. മുത്തശ്ശി പറയുന്നു, ചില ദിവസം സർവത്ര മറവിയായിരിക്കും കൊച്ചെ. അപ്പോൾ അലീന പറയുകയാണ്, മുത്തശ്ശി, സാറിന്റെ മുറിയുടെ വാതിലും തുറന്നു കിടക്കുകയായിരുന്നു. ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, അതും അടയ്ക്കാൻ മറന്നു. അലീന പറയുകയാണ്, ഫാമിലി ആൽബം നിലത്ത് കിടപ്പുണ്ടായിരുന്നു. അലമാരയും മേശവലിപ്പും തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ നോക്കിയിട്ടെ ആകെ ഒരു ലക്ഷണ പിശക്. ടെൻഷനോടുകൂടി മുത്തശ്ശി ചോദിക്കുന്നു, കാറുണ്ടോ മുറ്റത്ത്? അലീന പറയുന്നു, ഇല്ല, അതും കൊണ്ടുപോയി. മുത്തശ്ശി പറയുകയാണ്, സാരമില്ല കൊച്ചെ, അവൻ വൈകുന്നേരം ഇങ്ങ് വരും. അലീന ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരികയാണ് വൈജയന്തി. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന ബബിത ചോദിക്കുന്നു, അമ്മയായിരുന്നു. ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന് സ്നാക്സ് കഴിക്കുകയാണ് കൃഷ്ണ. ബബിത അരികിലേക്ക് വന്നിരുന്ന് ചായ കുടിക്കുമ്പോൾ അകത്തേക്ക് കയറി പോകുന്ന വൈജയന്തിയെ കണ്ട് കൃഷ്ണ പറയുന്നു, അലീന ചേച്ചി, അമ്മ വന്നു, ചായ. ഡ്രസ് മാറി വൈജയന്തി അവിടേക്ക് വരുമ്പോൾ കൃഷ്ണ പറയുകയാണ്, അമ്മ ഇന്ന് നേരത്തെ ആണല്ലോ. വൈജയന്തി ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ അവിടേക്ക് വന്നിരിക്കുകയാണ്. കൃഷ്ണ ചോദിക്കുന്നു, ഒരു കാര്യം ചോദിച്ചാൽ ഒന്ന് റിയാക്ട് ചെയ്തൂടെ അമ്മേ? വൈജയന്തി പറയുന്നു, എനിക്ക് മനസ്സില്ല, നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. അങ്ങനെ വൈജയന്തി ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ വൈജയന്തിയെ ശ്രദ്ധിക്കുകയാണ് കൃഷ്ണയും ബബിതയും. അലീന ചായയുമായി വൈജയന്തിയുടെ അരികിലേക്ക് വരുമ്പോൾ വൈജയന്തി ചോദിക്കുന്നു, നിനക്ക് ഇന്ന് ട്യൂഷൻ ഇല്ലായിരുന്നോടി? ഇത് കേൾക്കാത്ത രീതിയിൽ ചായ കുടിക്കുകയാണ് കൃഷ്ണ. ബബിത പറയുന്നു, അവൾക്ക് മനസ്സില്ല പറയാൻ, അമ്മ കൊണ്ടുപോയി കേസ് കൊടുക്ക്. വൈജയന്തി ചോദിക്കുന്നു, എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണോ എല്ലാവരും കൂടെ? അലീന കൃഷ്ണയുടെ കപ്പ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകുകയാണ്. വൈജയന്തി തലയിൽ കൈവച്ച് ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ സ്നാക്സുമായി അവിടേക്ക് വന്ന അലീന പറയുന്നു, മാഡം, ചായ തണുക്കുന്നു. ഇത് കേട്ട് ചായയിലേക്കൊന്ന് നോക്കിയിട്ട് വിഷമിച്ചിരിക്കുകയാണ് വൈജയന്തി. അലീന പറയുന്നു, മാഡം വിഷമിക്കണ്ട, ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു. എന്റെ കുഴപ്പം കൊണ്ടാ എല്ലാ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായത്. നിങ്ങളെ ആരെയും വിഷമിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചു പോയി. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുക. മറ്റന്നാൾ രാവിലെ ഞാൻ പൊയ്ക്കോളാം. എനിക്ക് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ നാളെ തന്നെ പോയേനെ. അവിടെ നിന്ന് എഴുന്നേറ്റ് കൃഷ്ണ ചോദിക്കുന്നു, ചേച്ചി, ഇത് ആര് പറഞ്ഞിട്ടാ? എന്താ ഇവിടുത്തെ പ്രശ്നം? അലീന പറയുന്നു, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല മോളെ, അത്രയുള്ള പ്രശ്നം. കൃഷ്ണ ചോദിക്കുന്നു, എന്താ ശരിയാകാത്തത്? അലീന പറയുന്നു, അതെനിക്ക് അറിഞ്ഞൂടാ. എന്നോട് മേഡം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ തനിയെ പിരിഞ്ഞു പോണമെന്ന്. അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ വലിയ ഗതികേടാ. ഇത് കേട്ട് കൃഷ്ണ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ അലീന പതിയെ അകത്തേക്ക് പോവുകയാണ്. വൈജയന്തി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. വൈജയന്തിയുടെ അരികിലേക്ക് വന്ന അലീന പറയുന്നു, ബാലചന്ദ്രൻ സാർ എനിക്ക് കോമ്പൻസേഷൻ എന്ന നിലയിൽ 1,87,000 രൂപ എന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈജയന്തി പറയുന്നു, അതിന്റെ പേര് കോമ്പൻസേഷൻ എന്നല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അലീന ചോദിക്കുന്നു, വേറെ എന്താണ്? മാഡം പറ, അതിന് വേറെ എന്ത് പേരിടണം? മാഡത്തിന്റെ മകൻ എന്നെ മുറിയിൽ വിളിച്ചു കയറ്റി മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മാനം രക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയ കത്രിക എടുത്ത് എന്റെ വയറ്റത്ത് കുത്തിയിറക്കി. ഇത് കേട്ട് കൃഷ്ണ ഞെട്ടി നിൽക്കുമ്പോൾ ഞെട്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ബബിത. വൈജയന്തി ഒന്ന് പതറി അവരെ നോക്കുകയാണ്. അലീന പറയുന്നു, സീരിയസ് ആയിട്ട് മുറിവേറ്റ് ഹോസ്പിറ്റലിൽ കിടന്നതിന് നഷ്ടപരിഹാരം എന്ന നിലയിൽ ബാലചന്ദ്രൻ സാറ് എനിക്ക് തന്ന ആ പൈസയ്ക്ക് നഷ്ടപരിഹാരം എന്നല്ലാതെ വേറെ എന്ത് പേര് പറയും? മാഡം പറ. വൈജയന്തി തകർന്നിരിക്കുമ്പോൾ അലീന പറയുന്നു, എന്നാലും എനിക്ക് വേണ്ട ആ പൈസ, അത് ഞാൻ തിരിച്ചു തരും. മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ട് തരും. അല്ലെങ്കിൽ പിന്നീട് മാഡം പറയും ഞാനും സാറും കൂടി നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. അങ്ങനെ അലീന വിഷമത്തോടു കൂടി അടുക്കളയിലേക്ക് പോകുമ്പോൾ വിശ്വസിക്കാനാകാതെ അലീനയും വൈജയന്തിയും നോക്കുകയാണ് ബബിതയും കൃഷ്ണയും. മക്കളുടെ മുഖത്ത് നോക്കാനാകാതെ വിഷമത്തോടുകൂടി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് വൈജയന്തി. ബബിതയും കൃഷ്ണയും ഞെട്ടലോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് കൃഷ്ണയുടെയും ബബിതയുടെയും അരികിലേക്ക് വന്ന വൈജയന്തി പറയുന്നു, അലീന പറഞ്ഞതെല്ലാം കേട്ടല്ലോ? കൃഷ്ണ പറയുന്നു, കേട്ടു. അമ്മയും കേട്ടല്ലോ? വൈജയന്തി പറയുകയാണ്, ഞാനൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക. രോഹിയുമായിട്ടുള്ള ആ വഴക്കിനെ പറ്റി നിങ്ങൾ ഒരിക്കലും അലീനയോട് സംസാരിക്കാൻ പോകരുത്. അതെന്താ അമ്മയെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുകയാണ്, നമുക്കത് മാനക്കേടാ. എന്തിനാ നിങ്ങൾ അവളുടെ മുമ്പിൽ നാണം കെടാൻ നിന്നു കൊടുക്കുന്നത്? ബബിത ചോദിക്കുന്നു, സംഭവം നടന്നത് തന്നെയല്ലേ? വൈജയന്തി പറയുന്നു, അത് കഴിഞ്ഞു
പോയി. ഇനി അതിനെപ്പറ്റി ഒരു സംസാരവും വേണ്ട. കൃഷ്ണ പറയുന്നു, എന്നാലും അത് ഭയങ്കരമായി പോയമ്മേ. നമ്മളെല്ലാവരും ചെറുതായി പോയില്ലേ? വൈജയന്തി പറയുന്നു, അതുകൊണ്ടാ ഞാൻ അവളോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞത്. നമുക്ക് അവളെ ഫേസ് ചെയ്യണ്ടല്ലോ. കൃഷ്ണ പറയുന്നു, കുറ്റം ചെയ്തവർക്കല്ല ശിക്ഷ, നിരപരാധിക്കാണോ? വൈജയന്തി പറയുന്നു, കുറ്റം ചെയ്തവരെയും ശിക്ഷിച്ചു. രോഹിയെ ഞാൻ നല്ലതുപോലെ അടികൊടുത്തു. എന്റെ കൈയുടെ അസ്ഥിയെല്ലാം പൊട്ടിപ്പോകുന്നത് പോലെ അടിച്ചു. ഹരിയെ പിടിച്ച് മുറിയിലിട്ട് അടച്ച് മനു തല്ലി ചതച്ചെന്ന് രോഹി പറഞ്ഞു. ഇത് കേട്ട് കൃഷ്ണ ചോദിക്കുന്നു, അതൊക്കെയാണോ ശിക്ഷ? എന്നോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഈ ശിക്ഷ മതിയോ? ഇത് കേട്ടൊന്ന് പതറി കൃഷ്ണയെ ഒന്ന് നോക്കിയിട്ട് വൈജയന്തി പറയുന്നു, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേപറ്റി ചോദ്യവും വേണ്ട, ഉത്തരവും വേണ്ട. കേട്ടല്ലോ. അങ്ങനെ വൈജയന്തി അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണ പറയുകയാണ്, കഷ്ടം. ബബിതയും വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ചേച്ചി എന്ന് വിളിച്ച് അടുക്കളയിലേക്ക് വരികയാണ് കൃഷ്ണ. അലീന കൃഷ്ണയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നു, ചേച്ചി ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു? അലീന പറയുന്നു, ഞാൻ പോയാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് മോളുടെ അമ്മയുടെ കണ്ടുപിടുത്തം. കൃഷ്ണ പറയുന്നു, ഒരു പ്രശ്നവും തീരില്ല ചേച്ചി. അമ്മ ഈ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ 99% പ്രശ്നവും സോൾവ് ആകും. പുഞ്ചിരിച്ച അലീന ചോദിക്കുന്നു, അമ്മ എങ്ങോട്ട് മാറി നിൽക്കാൻ? വേറെ ആരും കേൾക്കണ്ട. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മാറി നിന്നാൽ ഭൂമിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ഒരിക്കൽ വായിച്ചിട്ടുണ്ട് ഞാൻ. ഇത് ഏതാണ്ട് അതുപോലെയാ നീ പറഞ്ഞത്. മനുഷ്യൻ എങ്ങോട്ട് മാറി നിൽക്കും? കൃഷ്ണ പറയുന്നു, ഞാൻ പറഞ്ഞത് സത്യമാ ചേച്ചി. അമ്മ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, ഓഫീസിൽ പോകാൻ റെഡിയാകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, ചായ കുടിക്കുന്നു, രാത്രി ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇവിടെ ഒരു ജോലിയും ചെയ്യാറില്ല. ഞങ്ങളെ കുറ്റം പറയുന്നതല്ലാതെ അമ്മയുടെ ഒരു ഗൈഡൻസും ഞങ്ങൾക്ക് കിട്ടാറില്ല. അലീന പറയുന്നു, ജോലി ചെയ്യുന്നില്ലേ? അതിന് മാസ ശമ്പളം കിട്ടുന്നില്ലേ? കൃഷ്ണ പറയുന്നു, ആർക്ക് കിട്ടുന്നു? ഇവിടെ ആർക്കും ഒന്നും കിട്ടാറില്ല. എല്ലാം അമ്മ ചിട്ടി, ഇൻഷുറൻസ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇതിലൊക്കെ കൊണ്ടിടുക. ഞങ്ങളുടെ എല്ലാ ചിലവും അച്ഛനാ നടത്തുന്നത്. ഗോൾഡ് വാങ്ങണ്ട, ഫാബ്രിക്സ് ഒന്നും വാങ്ങണ്ട, എല്ലാം നമ്മുടെ കടയിലുണ്ട്. അവിടെ പോയി എടുത്താൽ മാത്രം മതി. ഹോസ്പിറ്റൽ കേസ് വന്നാലേ അതും അച്ഛനാ പേ ചെയ്യുന്നത്. അലീന ചോദിക്കുന്നു, എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തില്ലേ? കൃഷ്ണ പറയുന്നു, ഫീൽ ചെയ്യും. അമ്മ ഒരു ദിവസം കൊല്ലപ്പള്ളിയിൽ പോയി നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഫീൽ ചെയ്യും. അന്ന് ഈ വീട്ടിലൊരു സമാധാനം കിട്ടും. അലീന പറയുന്നു, പൂടികള്ളി. കൃഷ്ണ പറയുകയാണ്, ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ചേച്ചി. ഇതിപ്പം വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്നത് പോലെ വെറുതെ ഒരു അമ്മ. അലീന പറയുന്നു, ഞാൻ പോയി കഴിയുമ്പോൾ അമ്മ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളെ വേണ്ട പോലെ കെയർ ചെയ്തോളും. കൃഷ്ണ പറയുന്നു, ഒരു കെയറും ഇല്ല. ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം ചേച്ചിക്ക് അറിയില്ലല്ലോ. അമ്മ വേറൊരു വേലക്കാരിയെ വെക്കും. കുറച്ച് കള്ളത്തരമൊക്കെയുള്ള ഏതെങ്കിലും ഒരുത്തി. അരിയും പഞ്ചസാരയും നെയ്യും ബിസ്ക്കറ്റും കുറേശ്ശെ അടിച്ചു മാറ്റുന്ന ഒരാൾ. വൃത്തിയായിട്ട് തൂക്കുകയും തുടയ്ക്കുകയും കഴുകുകയും ഒന്നും ചെയ്യാത്ത ഒരു പണിക്കാരി. എന്തെങ്കിലുമൊക്കെ വെട്ടിയരിഞ്ഞ് വേവിച്ച് വെക്കും. മുത്തശ്ശിയെ ശരിക്കും നോക്കത്ത് പോലുമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, നാട്ടുകാരുടെയൊക്കെ കുറ്റം പറയുന്നത് അമ്മയ്ക്ക് വിസ്തരിച്ച് കേൾക്കാൻ പറ്റും. അലീന ചോദിക്കുന്നു, അമ്മ പോയി ഇരുന്ന് കൊടുക്കുമോ പരദൂഷണം കേൾക്കാൻ? കൃഷ്ണ പറയുന്നു, അതല്ലേ ചേച്ചിയുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ. ചേച്ചി ആരെയും കുറ്റം പറയില്ല. ചേച്ചിക്ക് ആരുടെയും കുറ്റം കേൾക്കുകയും വേണ്ട. അലീന പറയുന്നു, ഇപ്പോ നീയും അതാണല്ലോ ചെയ്യുന്നത്. അമ്മയുടെ കുറ്റം പറയുകയാണല്ലോ. കൃഷ്ണ പറയുന്നു, അമ്മ കാരണം ചേച്ചിക്ക് ഇവിടുന്ന് പോകേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം കൊണ്ട് പറയുന്നതാ. അലീന പറയുന്നു, ഞാൻ ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചു വന്നതല്ലായിരുന്നു. ഈ വീട്ടിലെല്ലാം സഹിച്ച് ഒരു വേലക്കാരിയായിട്ട് നിന്നത് പോലും വേറെ ചില കാരണങ്ങൾ കൊണ്ടാ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പൊയ്ക്കോളാം മോളെ. കൃഷ്ണ പറയുന്നു, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് ചേച്ചി വേണ്ടത്. ഇവിടെ കുറെ കുഴപ്പങ്ങളില്ലേ ചേച്ചി? അലീന പറയുന്നു, ഉണ്ട്. രോഹിതിനെ കൺട്രോൾ ചെയ്യണം, ബബിതയെ നല്ലപോലെ ശ്രദ്ധിക്കണം, നിനക്ക് കുറച്ച് പരിഗണനയും കെയറും കിട്ടണം. പിന്നെ അച്ഛനെ എല്ലാവരും ഒരു ബിസിനസ് മിഷൻ മാത്രമായിട്ടാണ് കാണുന്നത്. അച്ഛന് ഭാര്യയുടെയും മക്കളുടെയും സ്നേഹവും ഇന്റിമസിയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കൃഷ്ണ ചോദിക്കുന്നു, ചേച്ചി പോയാ പിന്നെ ഇങ്ങോട്ട് എന്തെങ്കിലും തിരിച്ചു വരുമോ? അലീന പറയുന്നു, അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. കൃഷ്ണ ചോദിക്കാണ്, പോകും അല്ലേ? ഉറപ്പിച്ചാണോ? പോണമെന്ന് അലീന പറയുമ്പോൾ കൃഷ്ണ പറയുകയാണ്, എനിക്കൊരു നല്ല ചേച്ചിയെ നഷ്ടപ്പെടും. കണ്ണു നിറഞ്ഞ കൃഷ്ണയുടെ കയ്യിലേക്ക് പിടിച്ച അലീന പറയുന്നു, എനിക്ക് നല്ലൊരു അനിയത്തിയും. കൃഷ്ണയും കണ്ണു നിറഞ്ഞ് അലീനയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി കാറ് ഡ്രൈവ് ചെയ്യുന്ന ബാലചന്ദ്രൻ ഓർക്കുകയാണ് മനുവിന്റെ വാക്കുകൾ. മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി മുത്തശ്ശൻ ഒരു ഹോം നഴ്സിനെ സെറ്റാക്കിയിട്ടുണ്ട്. മുത്തശ്ശിനെ കാണാൻ ഇവിടെ ഒരു സ്ത്രീ വന്നില്ലായിരുന്നു. സ്നേഹനികേതനം എന്ന ഓർഫനേജ് നടത്തുന്ന ഒരു ബ്രിജിത അമ്മ. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, വാക്ക് പറഞ്ഞതാണെങ്കിൽ അവൻ പോയി കൊണ്ടുവരട്ടെ. അമ്മയെ നോക്കാനും ആരെങ്കിലും വേണമല്ലോ. നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞയച്ചേക്കണം. വൈജയന്തി പറഞ്ഞു, വേണ്ടാത്ത വയ്യാവേലി ഒന്നും പിടിച്ച് തലയിൽ വെക്കേണ്ട. കമല പറയുകയാണ്, അച്ഛൻ അവസാന കാലത്ത് വല്ല ബോധം ഉണ്ടായിരുന്നു. വായി തോന്നിയതൊക്കെ പറയും. നമ്മൾ എന്തിനാ അതിന്റെ പുറകെ നടക്കുന്നത്? തുടർന്ന് വളരെ ദേഷ്യത്തോടുകൂടി കാർ ഡ്രൈവ് ചെയ്യുന്ന ബാലചന്ദ്രനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഭാര്യയുടെ പൂർവ്വകാലം തേടി ബാലചന്ദ്രൻ യാത്ര തുടങ്ങുന്നു. തുടർന്ന് മനുവിന്റെ ഫോണിലേക്ക് വിളിച്ച് അലീന അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ബാലചന്ദ്രൻ ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് പോയതും റൂമെല്ലാം മലങ്കോലമായി കിടന്നതുമെല്ലാം മനു ചോദിക്കുന്നു, എന്താ വല്ല പ്രശ്നമുണ്ടോ? തുടർന്ന് ബാലചന്ദ്രനെ കാണാതെ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് മുത്തശ്ശിയും വൈജയന്തിയും കൃഷ്ണയും ബബിതയും എല്ലാം. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് വൈജയന്തിയെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞ്
കഴിഞ്ഞ് കലിതുള്ളി വീട്ടിലേക്ക് മടങ്ങി എത്തുകയാണ് ബാലചന്ദ്രൻ. ഒരു തോക്കുമായി വൈജയന്തിയുടെ നേരെ വരുന്ന ബാലചന്ദ്രൻ ആ തോക്കെടുത്ത് വൈജയന്തിയുടെ നേരെ ചൂണ്ടുമ്പോൾ ഞെട്ടി അവിടെ കൂടി വരികയാണ് അലീന. അലീനയെ ഒന്ന് നോക്കിയിട്ട് വൈജയന്തിയുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുന്നു, നീ അറിയാതെ പോയി, പക്ഷെ അറിയണ്ടേ വേണ്ടേ? വൈജയന്തിയെ ഭയന്ന് നിൽക്കുമ്പോൾ മുന്നിലേക്ക് ഓടി വന്ന് വൈജയന്തിയെ പിടിച്ചു മാറ്റാനായി ശ്രമിച്ചുകൊണ്ട് ബാലചന്ദ്രനെ തടയാൻ ശ്രമിക്കുകയാണ് അലീന. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് ഒരു ആംബുലൻസ് വീട്ടിലേക്ക് വരികയാണ്. തുടർന്ന് ഫോണിൽ സംസാരിക്കുന്ന മനു ഞെട്ടി നിൽക്കുകയാണ്. അലീനയുടെ ജീവിതത്തിൽ ഇനിയും കൊടുങ്കാറ്റിന്റെ കാലം. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.